അപ്പോ സുഹൃത്തുക്കളെ നമസ്കാരം. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് കല്ലടിക്കോടാണ്. ഈ കല്ലടിക്കോടിന്റെ പ്രത്യേകത നമ്മള് വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് എവിടെയെന്നൊക്കെ ഞാൻ ഇനി ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് പറഞ്ഞു തരണ്ട. ശരിക്കും ഒരു അപകടം പിടിച്ച മേഖല തന്നെയാണ് ഇത്. കാരണം ഒരുപാട് എന്താ പറയാ, ഒരുപാട് വാഹനങ്ങളുടെ തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ നമുക്ക് ശരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഓട്ടം കിട്ടിയപ്പോ അങ്ങനെ പോകുന്നതാട്ടോ. അപ്പൊ കാണാന് എന്താ പറയാ, മനോഹരമായ ഒരു സ്ഥലമാണ് കല്ലടിക്കോട്. അപ്പോ നമ്മുടെ കല്ലടിക്കോടിന്റെ മല നിരകള് ശരിക്കും മഞ്ഞല്ല, ഒരുതരം മഞ്ഞ് മൂടിയിട്ട് തന്നെ പറയാം. അപ്പൊ ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടു, പക്ഷെ ഇപ്പോ അത്രയും പറ്റുന്നില്ല. എന്താ പിന്നെ ഞാൻ നമുക്ക് ശരിക്കും കാണിച്ചു തന്നിരുന്നു. അപ്പോ പിന്നെ ഇതാണ് കല്ലടിക്കോടിന്റെ ഏകദേശം ഒരു അവസ്ഥ. അപ്പോ പിന്നെ അപകടം പിടിച്ച ഒരു ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു 3 വർഷം മുന്നേ കല്ലടിക്കോട് പിന്നെ എന്താ പറയാ, ഒരു 4 കുട്ടികള് ലോറിക്ക് അടിയിൽപ്പെട്ട് മരിക്കണ്ടായി. അപ്പോ അവിടുത്തെ റോഡ് ഇനിയും ശരിയാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ആ വഴിയല്ല പോണത്, നമുക്ക് വേറെ മനോഹരമായ വേറെ ഒരു വഴിയുണ്ട്. അതായത് പുലാപ്പറ്റ കോങ്ങാട് വഴി. അപ്പോ ഈ ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളതേ ഒന്നും പറയാനില്ലാന്ന് തന്നെയാണ്. അപ്പൊ നമ്മളിനി നേരെ എന്താ പറയാ, നേരെ പുലാപ്പറ്റ ഈ വഴിക്കിടെ ഞാൻ ഏകദേശം ഒരു 5-6 കൊല്ലമായിട്ടുണ്ടാവും വന്നിട്ട്. അന്ന് ഈ റോഡ് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു. നമ്മുടെ എന്താ പറയാ, ചെറുക്കിപ്പടി കാഞ്ഞിരപ്പുഴ റോഡില്ലേ, അതേപോലുള്ള റോഡായിരുന്നു ഇത്. ഇന്ന് ഇത് അടിപൊളിയാക്കിയിട്ട് എന്താ പറയാ, നല്ല എല്ലാ അടിപൊളിയാക്കിയിരുന്നു. ഇനിയിപ്പോ റോഡിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല. പിന്നെ ഈ വഴിയില് കാണാന് നല്ല അടിപൊളി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ഈ കോണിക്കഴി, സത്രങ്കാവ്, ശരിക്കും ഭംഗി ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്ത് വരണം. അപ്പോഴാണ് അതിൻ്റെതായ ഒരു ഇത് കിട്ടുള്ളൂ. ഇപ്പൊ പിന്നെ വേനലായതുകൊണ്ട് പിന്നെ കാഴ്ചകളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം പറയണ്ടല്ലോ, നമ്മുടെ പ്രകൃതി തന്നെ മാറിപ്പോയിനു. കാരണം ഒക്കെ രാവിലെ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും ഒരു മഞ്ഞ് അല്ലെങ്കിൽ ഒരു പൊടി പിടിച്ച ഒരു അന്തരീക്ഷം പോലെ, ഒരു സമാധാനമല്ല അല്ലെ. എന്നാ ഈ സമാധാനം ഉണ്ടാവുകയെന്നറിയില്ല. അപ്പൊ ഇവിടുന്ന് ശ്രീകൃഷ്ണപുരത്തേക്ക് 14 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കല്ലടിക്കോട്ടുനിന്ന് കൂട്ടുമ്പോ 15 കിലോമീറ്റർ ശ്രീകൃഷ്ണപുരത്തേക്ക് ഉണ്ട്. രാവിലെ 9-9:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോ ഇന്നിപ്പോ പരീക്ഷ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു കുട്ടികൾക്കൊക്കെ. ഇപ്പൊ പൊതുവെ ഞാൻ പറയുമ്പോ ഞാൻ പറഞ്ഞ ചിലപ്പോ അധികമായി പോകും. പൊതുവെ നമ്മളൊക്കെ അധികപ്പറ്റായിട്ടാണ് ഇപ്പോ എല്ലാരും നമ്മളെ കാണാറ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും പറയും പൈസ വേണം, പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ എല്ലാരും ബഹുമാനിക്കുള്ളൂ, എല്ലാരും സ്നേഹിക്കുള്ളൂ, എല്ലാരും ഉണ്ടാവുള്ളൂ. ഞാനിത് ഭ്രാന്ത് പറയല്ല കേട്ടോ. പക്ഷെ ഒരു കണക്കിന് പൈസ ഇല്ലാതിരിക്കാൻ നല്ലത്. ആരും ബഹുമാനിക്കണ്ട, ആരും സ്നേഹിക്കും വേണ്ട, ആരും കൂടെ ഉണ്ടാവും വേണ്ടാന്ന്. നമ്മളിപ്പോ വരുമ്പോ പൈസയും കൊണ്ടൊന്നല്ലല്ലോ വന്നത്, നമ്മൾ പോകുമ്പോഴും പൈസയും കൊണ്ടല്ല പോണത്. അല്ല, നമ്മുടെ ഒന്നും നമ്മൾ കൊണ്ടുപോകണില്ല അത്രേ. നമ്മളിപ്പോ വെറും കയ്യോടെ ആണ് വരുന്നത്, വെറും കയ്യോടെയാണ് പോണത്. നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാര്, ഞാൻ ഇങ്ങളെ വിട്ടു പോവില്ല, അല്ലെങ്കിൽ മരണം വരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും ഒരു തെണ്ടിയും വരില്ല. അതിപ്പോ കാലങ്ങളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അപ്പോ എന്തിന് സമ്പാദിക്കണെന്ന് ഞാൻ ചിന്തിക്കണത്, സമ്പാദിച്ചിട്ട് എന്താണ് പ്രയോജനം? അപ്പോ നല്ല അടിപൊളി ഒരു മനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. കല്ലടിക്കോട് സത്രങ്കാവ് ക്ഷേത്രമാണ്.
അപ്പോ പിന്നെ ഇവിടെ വന്നിട്ടൊന്ന് തൊഴുക. ഞാൻ ഈ വഴിയൊക്കെ പോകുമ്പോൾ ശരിക്കും ഇവിടെ അമ്പലത്തിൽ കയറിയിട്ടൊക്കെ ഒന്ന് തൊഴുകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും അത് ഇന്നാണ് സാധിച്ചത്. നമ്മുടെ ഒരു ഹിന്ദിക്കാരനാണ് ഓട്ടം വിളിച്ചത് കേട്ടോ. അപ്പൊ ഹിന്ദിക്കാരന് ഞാൻ നന്ദി പറഞ്ഞു, ഒരിക്കലും മറക്കില്ല സുഹൃത്തേ പറഞ്ഞു. ഓ സന്തോഷമായി. അപ്പൊ നമുക്ക് അമ്പലത്തിലെ എന്താണെന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അല്ലെ. അപ്പോൾ നമ്മള് ഇപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ കാഴ്ചകൾ കണ്ടു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്ത് വരാനാണ് ഏറ്റവും ഭംഗി. അതിപ്പോൾ അവിടുന്ന് ആ വരുന്ന വെള്ളച്ചാട്ടം, പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് കാണാൻ നല്ല ഒരുപാട് നല്ല രസമുള്ള സ്ഥലം കൂടിയാണത്. രസം എന്ന് പറഞ്ഞാൽ എന്ത് രസമല്ലേ. അവസാനം നമ്മളിപ്പോൾ രസം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ സമാധാനം കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാം രസമായിട്ട് തോന്നുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ വെറുതെ വന്നിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ. സമാധാനം ഇപ്പോൾ എവിടെയാണെന്ന് ഇപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുക. അതാണിപ്പോൾ ശരിക്കുള്ളത്. ഞാൻ ഈ വഴിയൊക്കെ വരുമ്പോൾ അങ്ങനെ ആലോചിക്കും. ഇന്നേ വരെ ഞാൻ കയറിയിട്ടില്ല, പക്ഷെ ഇന്നാണ് ഞാൻ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നത്. നമ്മൾ പുറത്തുനിന്ന് അവിടെ നിന്ന് കാണുക എന്നല്ലാതെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ചെറിയൊരു അമ്പലമാണ്, ഏകദേശം വർഷങ്ങളോളം പഴക്കമുണ്ട് കേട്ടോ. ഐതിഹ്യത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലതും, അതായത് പല ആൾക്കാർ പലതും പല അർത്ഥത്തിലാവും പറയുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ ഐതിഹ്യത്തിൻ്റെ കഥ അറിയണ്ട, കാരണം കാലം മാറിക്കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി ഐതിഹ്യത്തിനും ചരിത്രത്തിനൊന്നും വലിയ പ്രസക്തി ഉണ്ടായിന്ന് വരില്ല. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഐതിഹ്യത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ നമ്മളെ ഭൂമി എത്ര വർഷമായി ഉണ്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. ഭൂമി എത്ര വർഷം ആയി എന്നുള്ളത് ആർക്കും ഒരു എത്തുമ്പടിയും കിട്ടാത്ത ചോദ്യമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യൻ എന്നുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരമില്ല. അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നിനും കൃത്യമായൊരു ഉത്തരമില്ല. അത് അങ്ങനെ അതായത് സൂര്യനെ പോലെ ഉയർന്നു, കുറച്ച് നേരം നടുവിൽ ചെന്നിട്ട് നിൽക്കണു, പിന്നെ അങ്ങനെ താഴ്ന്നു പോണു, അത്രേ ഉള്ളൂ. അതാണ് ശരിക്കും ഉള്ളൊരു ഐതിഹ്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു വർഷം, എന്തിന് ഒരു വർഷം പോകണില്ലേ, ഒരു 10 ദിവസം തന്നെ പോയാൽ ആളുകൾ നിങ്ങളെ മറന്നിട്ടുണ്ടാവും. പിന്നെ എന്തിനാ ഒരു വർഷം പോണ്? ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാവും വരിക. ഒരു വർഷത്തിൻ്റെ അല്ലെ 10 ദിവസത്തിൻ്റെ ഒന്നും വേണ്ട. ഒരു സെക്കൻഡ് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആലോചിക്കാൻ ആരും ഉണ്ടാവില്ല, ഓർക്കാനും ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഉമ്മനഴി എത്താനായിട്ടോ. ശരിക്കും ഓരോരോ തോന്നൽ മാത്രമാണ് എന്ന് തോന്നുകയാണ്. അതങ്ങനെ തന്നെയാണ് ശരിക്കും, ഓരോ തോന്നൽ മാത്രമാണ്. ഇവിടെ ഈ ഒരു പള്ളി ഉണ്ട് ഇവിടെ, നരിയമ്പാടം ജുമാ മസ്ജിദ്. അപ്പോ ഈ ആദ്യമൊക്കെ ഈ വഴി വരുമ്പോ നല്ല മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോഴും മാവ് പൂത്ത് മാങ്ങ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോ. അപ്പൊ അവിടെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവിടെ ഉള്ള ഏതൊരാള് മാങ്ങ പറിക്കുന്നുണ്ട്. അന്ന് നല്ല പഴുത്ത മാങ്ങയായിരുന്നു. പക്ഷെ ഇന്ന് പഴുക്കുന്നതിന് മുന്നേ
ഇപ്പൊ പൊതുവെ ഏതൊരു കടയിലാണെങ്കിലും വിപണിയിലാണെങ്കിലും നമുക്ക് പഴുപ്പിച്ചിട്ടാണ് തരിക. അത് തന്നെ പഴുക്കല്ല, തല്ലി പഴുപ്പിക്കാണ്. അത് രണ്ടിന്റെ രുചി വ്യത്യാസമുണ്ട് ശരിക്കും. നല്ല എന്താ പറയാ, നല്ല മധുരമുള്ള മാമ്പഴം ഇപ്പൊ കിട്ടാന് വളരെ പാടാണ്. ഒക്കെ എന്താ അറിയോ, തന്നെ പഴുത്തതല്ല, പാകമായിട്ട് എല്ലാ നമുക്ക് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അത് നമുക്കല്ല, മാങ്ങയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് തന്നെ പഴുക്കല്ല, തല്ലി പഴുപ്പിക്കുക. തന്നെ പഠിക്കണില്ല ഇപ്പൊ ആരും, ഒക്കെ തല്ലി പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പ് കൊണ്ട് എന്ത് നേട്ടം കിട്ടും? ഒരു നേട്ടം കിട്ടില്ല, കോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മളങ്ങനെ ഉമ്മനഴി എത്താനാവണു. ഇതിപ്പോ രണ്ടു വട്ടം പറഞ്ഞില്ലേ ഞാന്. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മള് ഒരു വട്ടം പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും ചിലപ്പോ അടുത്ത വട്ടം പറഞ്ഞാലും മനസ്സിലാവില്ല. അതാണ് ഇന്നത്തെ ലോകം. എന്താലേ ചെയ്യാ. ഇപ്പൊ ചെറിയൊരു എന്താ പറയാ കല്ലടിക്കോട് യാത്രയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് വലിയൊരു യാത്രയിലേക്ക് പോകണം. അപ്പൊ നമ്മള് ഉമ്മനഴി ജംഗ്ഷൻ എത്തിട്ടോ. ഇവിടുന്ന് നേരെ കോങ്ങാട്ടിക്ക് ഇടതുവശത്തേക്കും മണ്ണാർക്കാട്ടിക്ക് വലതുവശത്തേക്കും. രാവിലെ ചായ കുടിച്ചിട്ടില്ല. അപ്പോ ഇനി ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ദോശ എന്തെങ്കിലും കഴിക്കണച്ചിട്ടാണ്. അപ്പോ നമുക്കിനി നമ്മുടെ മണ്ണാർക്കാട് വെച്ച് കാണാം. ഇതാണ് ട്രാഫിക്കിന്റെ നിയമങ്ങൾ അറിയാത്ത ആൾക്കാർ. ഇപ്പൊ ഞാൻ വലിയ നിയമപാലകനൊന്നും അല്ലട്ടോ, ചില തെറ്റുകൾ നമുക്കും പറ്റും. എന്നിരുന്നാലും നമ്മൾ പരമാവധി നമ്മളെ തന്നെ ശ്രദ്ധിച്ച് പോയാൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപകടം വന്നിട്ടോ പറ്റി കഴിഞ്ഞിട്ടോ നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ല.